ഹലോ ഗൈസ്, ഞാനാണ് കാർത്തിക് എക്സ്ടി ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗൈസ് ഗ്രാനി ചാപ്റ്റർ 2 എക്സ്ട്രീം ആണ് ഗൈസ്. ഗൈസ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡോർ എസ്കേപ്പ് ആണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഗൈസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. ഞങ്ങളുടെ ലൈക്ക് ടാർഗറ്റ് തന്നെയാണ് ഗൈസ്, എല്ലാവരും അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, നിങ്ങളുടെ ഡേ 1 ആയിട്ടുണ്ടേ, പതുക്കെ പതിപോലെ എണീക്കാം. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡോർ എസ്കേപ്പ് ആണ്. ബാക്കി 2 എസ്കേപ്പിനേക്കാളും നല്ലതായിട്ട് ചെയ്യാനോന്ന് വിചാരിക്കുന്നു. പറ്റുമെന്ന് തോന്നുന്നു. കേസ് 2 അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, അങ്ങോട്ട് സൈഡിലോട്ട് നീങ്ങിക്കാവേ. 2 പോകുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്ക് രണ്ടും പോയിട്ട് അങ്ങ് മണ്ടക്കോട്ട് കയറണം. എന്നിട്ട് അവിടുന്ന് തോക്കെടുത്തിട്ട് 2 തലക്കടിച്ചിട്ടിട്ട് നമുക്ക് നേരെ എസ്കേപ്പ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഗൈസ് ഇത് പിന്നെ ഈസി പ്രീസെറ്റ് ആയതുകൊണ്ട് ഡോർ എസ്കേപ്പ് ഒക്കെ ഇച്ചിരിയാണ് പോവുക. പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. പരട്ട കളവനും എന്നെ നോട്ടോട്ട് വെച്ചിരിക്കുക. എന്നെ നോട്ടപ്പുള്ളിയാവുണ്ട് ഇപ്പോൾ കേട്ടോ. ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് പാട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ക്രോബാറൊക്കെ പിന്നെ ഇരിക്കുന്ന സ്ഥലം കണ്ടു, അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ഗൈസ് ഇവിടെയാണ് ഗൈസ് വെപ്പനാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ സ്റ്റൺ ഗൺ, മെയിൻ കീ. ഓക്കെ ഗൈസ്, ഇനി പെരട്ടകളും 2 തരണം. അതിന് മുന്നേ പാട്ടിലൊക്കെ എടുത്ത് ഇവിടോട്ട് ഇടാം. ഡോർ ലോക്കൊക്കെ ഇരിപ്പുണ്ട്. ഡോർ ലോക്കൊക്കെ ഇച്ചിരി പ്രോ പ്ലേയേഴ്സാണ് യൂസ് ചെയ്ത് കളിക്കാറുള്ളൂ. ഞങ്ങൾ പ്രോ ഒന്നുമല്ല, ഞങ്ങൾ ന്യൂബാ. എക്സ്ട്രീം എസ്കേപ്പ് ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾ വലിയ പ്രോ ഒന്നുമല്ല. സ്പീഡൊന്നും ചെയ്യാൻ കഴിയത്തില്ല കേട്ടോ, വേറെ കാര്യം. അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, പെരട്ടക്കളം വന്നു, പുള്ളി ഡൗൺ. ഇനി സാധാരണ ഗ്രാനിയുള്ള വരാനുള്ളത്, ഇതിപ്പോൾ എന്നാ യൂണിവേഴ്സ് കേട്ടോ. ഓക്കെ, ഗ്രാനി ഡൗൺ. പുള്ളിയുടെ കയ്യിലാണെങ്കിൽ ആ സെക്യൂരിറ്റി കീ ഉണ്ട്, ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, പുള്ളിയുടെ കയ്യിൽ നിന്ന് സെക്യൂരിറ്റിക്ക് ഇങ്ങോട്ട് എടുത്തങ്ങോട്ട് സെക്യൂരിറ്റി റൂം അങ്ങോട്ട് തുറക്കാം. ക്രോബാർ എടുക്കണേ. ക്രോബാർ തുറന്ന് മറ്റേ പെട്ടി തുറക്കുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് കട്ടിംഗ് പ്ലേസ് കിട്ടും. ഇപ്പോൾ കട്ടിംഗ് പ്ലേസ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ വയറ് മുറിച്ച് കളയണം. ഇതൊക്കെ ഈസി പരിപാടിയാണ്. ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ള ലെജൻസിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ ഫേസ് റിവീലൊക്കെ ചെയ്തു അതിനകത്ത്. അപ്പോൾ ആ വീഡിയോ കാണാത്ത എല്ലാവരും കാണുക. അപ്പോൾ ഗൈസ് തള്ളച്ചിയെ മയക്കിയിട്ടിട്ടുണ്ട്. ഇനി ആ പെരട്ട കളവനും കൂടെ വരാനുണ്ട്. ഗൈസ് ഞങ്ങൾ അധികം ലാക്കൊന്നും അടിപ്പിക്കുന്നില്ല, പുള്ളി വരുന്നുണ്ട്. അയ്യോ, കൊടുക്കാം. അപ്പോൾ ഗൈസ് ക്രോബാർ അങ്ങോട്ട് എടുക്കാം. അങ്ങോട്ട് തുറന്നു നോക്കാം എന്ത് കിട്ടും. എന്ത് കിട്ടുമെന്നല്ല, സാധനം കിട്ടിയ ഏതായാലും. ഓക്കെ, അവിടെ കട്ടിംഗ് പ്ലേസ് കിടപ്പുണ്ട്. 2 ഒന്നും കൂടെ അടിച്ചിടണം. ഇപ്പം കണ്ടോണം, വരും ഇപ്പം നോക്കിയിരിക്കുന്നത്. അയ്യോ, ജസ്റ്റ് മിസ്സേ. ഓക്കെ, കളവനെ അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അയ്യോ എടുക്കേണ്ട സാധനം മറന്നില്ല. കട്ടിംഗ് പ്ലേയേഴ്സാണ് ഞങ്ങളുടെ. നിങ്ങൾക്ക് ഐശ്വര്യമായിട്ട് നിങ്ങൾക്ക് വയറ് മുറിച്ച് കളയാം. ഓക്കെ ഗൈസ്, സ്റ്റൺ ഗൺ അങ്ങോട്ട് എടുക്കാം. ഇതും കൊണ്ട് വരുന്നില്ല. പെരട്ടകളും 2 വരുന്നുണ്ടോ എന്ന് സൂക്ഷ്മതയോടെ നോക്കണം. 2 വരുമ്പോൾ 2ൻ്റെയും തലയടിച്ചെടുക്കണം. തലക്ക് കിട്ടിയില്ല, സോറി. ബോഡി ഷോട്ട് ആയിരുന്നു. ലെഗ് ഷോട്ട് കൊടുക്കണം. ഗൈസ് 1 ടാപ്പ് കൊടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഫ്രീ ഫയർ അല്ലല്ലോ, ഗ്രാനിയ. അപ്പോൾ ഇതിനകത്ത് ബോഡി ഷോട്ട് തന്നെ ധാരാളം. ഗ്രാനി 3-ക്കാണ് ഗൈസ് എഗ് ഷോട്ട്. മറ്റേ സ്ലിംഗ് ഷോട്ട് വെച്ച് എഗ് ഷോട്ട് കൊടുക്കണമേ. ഗ്രാനി 3-ക്കകത്ത്. പക്ഷേ ഇതിനകത്ത് ആ സംഭവം പറ്റത്തില്ല. ഞങ്ങളെ ഗെയിംകാർ ചതിച്ചു. ഓക്കെ ഗൈസ്, ഓക്കെ സ്റ്റൺ ഗൺ എടുക്കാം. അവിടെ വെപ്പൻ കീ അതിൻ്റെ ആവശ്യമില്ല ഏതായാലും ഇപ്പം തന്നെ. 2 വീഴ്ത്താൻ സമയമായി. ഓക്കെ ഗൈസ്, കളവ വന്നു. കളയ്ക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. 1 hour later. എവിടെ ആയിരുന്നു? അയ്യോ, പുള്ളി കുറേ നേരം ഞാൻ കാത്തിരുന്നു കേട്ടോ പിടിക്കാനായിട്ട്. തള്ളച്ചി ഒന്നും കൂടെ അടിച്ചിട്ടിട്ടാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ബ്രഞ്ച് എടുക്കാം. ഇങ്ങോട്ട് വാ, ബ്രഞ്ച് എടുക്കാം ഗൈസ്. ഓക്കെ, എൻ്റെ ഈ ഫോണൊന്നും ശരിയല്ല, അതുകൊണ്ടാണ് കളിക്കാൻ പറ്റാത്ത. S25 അൾട്ര ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നേ പ്രോ പ്ലെയർ ആയതിനെ. ഓക്കെ ഗൈസ്, 2 പിന്നെയും മയക്കിയിട്ടിട്ടുണ്ട്. സ്റ്റൺ ഗൺ എടുക്കുക. സാധനങ്ങളെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്ത് താഴോട്ട് ചെല്ലുക, എസ്കേപ്പ് ചെയ്യുക. തള്ള വരുന്നുണ്ട്, ഷോട്ട് കൊടുക്കുക. തള്ളച്ചിയെ മയക്കിയിടുക. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് അങ്ങോട്ട് പോവുക. ഓക്കെ ഗൈസ്, ഹാൻഡ് വീലൊക്കെ ഇവിടെ കിടപ്പുണ്ട്.
പാഡ്ലോക്കിങ് ഹാൻഡ് വീലും കിട്ടി. പിന്നെ ഗൈസ് ക്രോബാർ ഉണ്ട്, പിന്നെ ഫ്രഞ്ച് ഉണ്ട്. പിന്നെ ഗൈസ് ഇനി ഡോർ ഹാൻഡിൽ വേണം ഗൈസ്. ഡോർ ഹാൻഡിൽ അതവിടെ സേഫിൻ്റെ അവിടെ ഉണ്ട് ഗൈസ്, സെക്യൂരിറ്റി റൂമിലെ. അത് നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഗൈസ് ആ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, തള്ളച്ചിയെ സ്റ്റൺ ഗണ്ണ് വെച്ച് മയക്കിയിട്ടുണ്ട്. തള്ളച്ചി പോട്ടെ. ഗൈസ് ഞങ്ങൾക്ക് ഡോർ ഹാൻഡിൽ എടുക്കണം ഗൈസ്. ഇവരെപ്പോൾ അടിച്ചിട്ടാലേ ഞങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഗൈസ്. ഞങ്ങൾ ഒരു ടിപ്പാണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഗ്രാനി ചാപ്റ്റർ 2 എക്സ്ട്രീം കളിക്കുന്നവർക്ക് അറിയായിരിക്കും. ഈ രണ്ടുപേരെയും ഒരേ സമയം അടിച്ചിടാൻ ഭയങ്കര പാടാണ്. ഈ കളക്കളം പെശക കേട്ടോ ഗൈസ്. ഡോർ ഹാൻഡിൽ എടുക്കാം. ഓക്കെ ഗൈസ്, 15 സെക്കൻഡ് വിലപ്പെട്ടതാണ് ഗൈസ്. ആ 15 സെക്കൻഡ് വിലപ്പെട്ടതാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ക്രോബാർ എടുത്തിടാം ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്, ഓൾ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി താഴോട്ട് പോവുക. ഓക്കെ, രണ്ടിനെ അടിച്ചിട്ട് രണ്ടും വരത്തില്ലായിരിക്കും. ദൈവമേ ആരും വരല്ലേ. പെരട്ട തള്ള എന്നെ പൊക്കി വീന്നേയും. തള്ളച്ചി ഭയങ്കര ശല്യമായി വന്നുകൊണ്ടിരിക്കും. ഞാൻ വിചാരിച്ചു ചാവാതെ എസ്കേപ്പ് ചെയ്യാൻ ഇവർ സമ്മതിക്കത്തില്ല കേട്ടോ. എൻ്റെ പൈസ ഡേ 2 ആയിട്ടുണ്ട്. പെരട്ട കളവയ എന്ന് ഞാൻ തീർക്കും കണ്ടോ. അപ്പോൾ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഗൈസ് ഇവിടെ സ്പെഷ്യൽ കീ ഉണ്ട്, ഞാൻ ഇടയ്ക്ക് വെച്ചെടുക്കാൻ മറന്നുപോയതാണ്. തള്ളച്ചിക്ക് ടാങ്ക്സ് കൊടുക്കണോ അതോ ഷോട്ട് കൊടുക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അല്ല ഞാൻ ആരെങ്കിലും തീരുമാനിച്ചോട്ടെ. ഓക്കെ, നമുക്ക് സ്പെഷ്യൽ കീ എടുത്ത് സൈഡിൽ നിൽക്കാം. ഓക്കെ, രണ്ടും ഇല്ല കൂടെ പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഉമ്മാൻ്റെ അച്ഛനെ വെച്ച പൈസ എൻ്റെ പോക്കറ്റിലാണ്. ഉമ്മാക്ക് എന്നെ എങ്ങനെയൊന്നും പിടിക്കാൻ പറ്റത്തില്ല. കട്ടക്കളവിക്കുള്ള സമ്മാനം കൊടുക്കും കണ്ടോ. അവരെ ഊങ്ങി വെച്ചിരിക്കുക. എന്നെ നോട്ടപ്പുള്ളിയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ ഇപ്പം പഴയ പോലെ ഒന്നുമില്ല, ഇപ്പം പാവമാണ്, പഞ്ച സ്വഭാവമുള്ള പുള്ളിയാണ്. എന്തുവാണെന്നറിയില്ല. ഞങ്ങളെപ്പോൾ പഴയ പോലെ പിടിക്കാനൊന്നും വരുന്നില്ല. പണ്ട് ഞങ്ങളുടെ ശത്രു പുള്ളിയായിരുന്നേ. ഓക്കെ, കളവി വരുന്നുണ്ട്, കൊടുക്കാം അങ്ങോട്ട്. ഓ ഗൈസ്, ഇനി അങ്ങേരും കൂടെ വരാനുണ്ട് ഗൈസ്. ഞാൻ ഈ ഗ്രാനി ചാപ്റ്റർ 2 എക്സ്ട്രീം കളിച്ചപ്പോൾ ഗൈസ് മിക്ക കളിയിലും ബുക്ക് ചെയ്യുന്ന അമ്മുമ്മയാണ്. പേരട്ട കളവി. ഓ, ഡ്രോപ്പ് ചെയ്യാൻ ഗൈസ് സമയമില്ല. നമുക്ക് സ്പെഷ്യലിക്ക് എടുത്ത് അങ്ങോട്ട് വെക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ അമ്മുമ്മയാണ് എല്ലാ കളിയിലും ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മച്ചിയാണ് ഈ കളിയിലും വന്ന് ബുക്ക് ചെയ്ത്. ഏതായാലും ഒരു ദിവസം പോലെ ചാവാതെ എസ്കേപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അടുത്ത തവണ ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഹെലികോപ്റ്റർ എസ്കേപ്പ് തന്നെ, അത് ഞൊടിയിടയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും, ഒരു ദിവസം പോലെ ചാവാതെ കേട്ടോ. അങ്ങനെ വരുന്നുണ്ടോ, വരട്ടെ, കൊടുക്കാം. ഡോർ ഹാൻഡിൽ എടുക്കാം, ഫിറ്റ് ചെയ്യാവേ. ഇത് വേഗം കൊണ്ട് ഫിറ്റ് ചെയ്യാം. ഒന്നും ആയിട്ടില്ല ശരിക്കും കേട്ടോ. ആയുള്ള 15 സെക്കൻഡും രണ്ടും ഒടുക്കത്ത സ്പീഡ്. 2000 years later. ഓക്കെ ഗൈസ്, കള്ളക്കളവനെ അടിച്ചിട്ട് ഗൈസ് ഞാൻ കുറേ നേരമായിട്ട് കാത്തിരിക്കുമായിരുന്നേ. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞു വന്നത് ഗൈസ്, ഇവർക്ക് RM5 അത്ര സ്പീഡുണ്ട് ഗൈസ്. ഞാൻ കണക്ക് കൂട്ടി നോക്കിയതാണെന്ന് പറയല്ലേ കേട്ടോ. ഒരു ഭയങ്കര സ്പീഡാ. ഇത്ര പ്രായമായിട്ടും ഇങ്ങനെ ഓടുന്നവരെ ഇവർക്ക് സമ്മതിക്കണം. ഇവർക്ക് ഓസ്കാർ അവാർഡ് കൊടുക്കണം, ഓസ്കാർ. വലിയ പുള്ളിക്കാരിയൊക്കെ. ഞങ്ങൾക്ക് പോലും ഇല്ല ഇത്ര സ്പീഡ്. ഇതേ വരുന്നു. ഇവൻ തന്നെ ഭാഗ്യശാലി, ഈ വീട്ടിൽ തന്നെ വന്ന് കയറണമെങ്കിൽ. ഓക്കെ, കളവനെ അങ്ങോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പുള്ളി വരുന്നുണ്ട്, ഷോട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, പുള്ളി ഡൗൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രഞ്ച് എടുക്കാം. ഞങ്ങൾ ഓൾമോസ്റ്റ് എസ്കേപ്പ് ആവാറായിട്ടുണ്ട് ഗൈസ്. എല്ലാവരും മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, എല്ലാവരും ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവരും മാക്സിമം ഫുള്ളായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളേ. ഓക്കെ ഗൈസ്, രണ്ടിനും മൈക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഹാൻഡ് വീഡിയോ ടേസ് നിങ്ങൾക്ക് താഴോട്ട് പോവുക. പെട്ടെന്ന് ഇവരെ കൊന്നു സാധനങ്ങൾ വെക്കണം, അല്ലെങ്കിൽ ഓരോന്നോരോന്നായി വന്ന് എനിക്ക് ഷോട്ടുകൾ തന്നുകൊണ്ടിരിക്കും ഗൈസ്. അപ്പൂപ്പൻ്റെ ശരിക്കുള്ള എബിലിറ്റി എന്ന് പറയുന്നത് ഗൈസ് ഹാർഡ് ഹിറ്റിംഗ് ആണ് ഗൈസ്. ഞങ്ങൾക്ക് കണ്ട കാഴ്ചയെന്നല്ല, പുള്ളിയുടെ ഹിറ്റിംഗ് എബിലിറ്റി നല്ല സീനാണ്. പിന്നെ പുള്ളിയുടെ ഫ്ലെക്സിബിൾ ബോഡി. ഗ്രാനിയുടെ തന്നെ അറിയില്ല ചെവി കേൾക്കാമെന്ന്. ചെവി കേട്ടിട്ടും കാര്യമില്ല, പൊട്ടിയാക്കാം. ഞങ്ങളെ ഗ്രാനിയെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോഴും. അത് തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പുള്ളിക്ക് ചില സൗണ്ടൊക്കെ കേൾക്കാം ഗൈസ്, ഹൈ നോയ്സസ് ഒക്കെ കേൾക്കാം. അതൊന്നും നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റാണ് കേട്ടോ. നല്ല നോയ്സൊക്കെ കേൾക്കാൻ പറ്റും പുള്ളിക്ക്. പറഞ്ഞ പോലെ രണ്ടിനെയും കാണുന്നില്ലല്ലോ. അയ്യോ,
എന്നെ പറ്റിച്ച് പിന്നെ വരത്തില്ല. അങ്ങനെ ഞാൻ ജയിക്കാറാകുമ്പോഴത്തേക്ക് എന്നെ അടിച്ചിട്ടിട്ടേ ഒന്ന് ശബ്ദം ചെയ്തിട്ടിരിക്കുക രണ്ടും കൂടെ. അപ്പൂപ്പനാണെങ്കിൽ പിന്നെ എന്നെ തൊട്ടിട്ട് പോലും ഇല്ല പാവം. അപ്പൂപ്പൻ തൊട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കഴിഞ്ഞ 2 ഗ്രാനി ചാപ്റ്റർ 2 എക്സ്ട്രീമിൻ്റെ വീഡിയോയ്ക്കകത്ത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, എനിക്കറിയത്തില്ല, സോറി. ഓക്കെ ഗൈസ്, തള്ളച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്, അപ്പൂപ്പൻ വന്നിട്ടില്ല. ഞങ്ങൾ പഴയ പോലെ പണിഞ്ഞു. A little longer than a few minutes later. ഗൈസ്, ഇത് 3ാമത്തെ അറ്റംപ്റ്റാ. വരുന്നുണ്ടോന്ന് അറിയില്ല പാവം. ഉയ്യോ, ഓ മോനെ സീന്, രണ്ടും കൂടെ ജെറ്റ് പോകുന്ന പോലെ പോയി. 3 ഒന്നി പോയാ 3. അങ്ങനെ ഇപ്പോഴത്തെ കോൺസെപ്റ്റൊക്കെ ഗൈസ്. എന്തോ ചെയ്യാൻ പറ്റും. സ്റ്റങ്കൺ എടുക്കാം, ഫൈനൽ ഷോട്ട് കൊടുക്കാം ഗൈസ്, എന്നിട്ട് എസ്കേപ്പ് ചെയ്യാവുന്നതാണ്. ഫൈനൽ ഷോട്ട് കൊടുത്ത് എസ്കേപ്പ് ചെയ്യാം ഗൈസ്. ഞങ്ങൾ ഫൈനൽ ബോസിനെയും കൂടെ കാത്തിരിക്കണം. ഫൈനൽ ബോസായ അപ്പൂപ്പനെ ഇങ്ങോട്ട് വിളിക്കാം. ഫൈനൽ ബോസ് 2, വേർ ആർ യു? ഓക്കെ, ആരും വരുന്നില്ല. എടാ, ഞാൻ ജയിക്കാനെങ്കിലാകുമ്പോഴത്തേക്ക് നീ ഒന്നും വരാതിരിക്കുവാളോടാ. നീ ഒക്കെ എന്തോ കളവനാടാ, ഇങ്ങനെയൊന്നും എന്നെ ചതിക്കല്ലേ. ഓക്കെ, അയ്യോ വരത്തില്ല അങ്ങേര്, വലിയ പുള്ളി അങ്ങേര്. ഓക്കെ ഗൈസ്, ഗ്രാനി വരുന്നുണ്ട്. ഒന്നും കൂടെ ഡോസ് കൊടുക്കാം. ഇനി ഗൈസ്, ഇനി അങ്ങേരും കൂടെ വരാനുണ്ട്. ഇനി അങ്ങനെ വരുമായിരിക്കും, കണ്ടോ, ഞാൻ പറയുന്നു. വന്നു കണ്ടോ, അങ്ങനെ വരത്തുള്ളൂ ഗൈസ്. ഞങ്ങൾ ജയിക്കാറായിട്ടുണ്ട് ഗൈസ്. ക്രോബാർ വെച്ച് അങ്ങോട്ട് ആ പ്ലാങ്ക് കളയുക, കഥവ് തുറക്കുക, അങ്ങോട്ട് എസ്കേപ്പ് ചെയ്യുക. ഓക്കെ ഗൈസ്, 1, 2, 3. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും മറക്കാതെ ഗൈസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പുത്തൻ പുതിയ വീഡിയോക്കായി ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ പിന്നെ കാണുന്നതായിരിക്കും ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.